أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാഹയവനെ ആരാധ്യനായവനെ, അൽഹംദുലില്ലാഹയവനെ ആരാധ്യനായവനെ, നിന്നെ സ്തുതിച്ചു ഞങ്ങൾ പാടും നിറയവനെ, നിന്നെ സ്തുതിച്ചു ഞങ്ങൾ പാടും നിറയവനെ. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു. പുണ്യങ്ങൾ പൂത്തിടുന്ന നോമ്പിന്റെ നാളുകളിൽ പരാഗരക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു. ശൗവാലിൻ പൂനിലാവുമാനത്തുദിച്ചിടുമ്പോൾ ശരകുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു. അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു. شافي
പകരും പാലൊളി അല്ലാഹ് പൊരിയും കൽബിനെ കുളിരിൻ തെന്നലായി തഴുകും നായകനല്ലാഹ് യാ റബ്ബനാ കൃപയേകണേ തേടുന്നിതാ തുണയേകണേ നിത്യം സുജൂദിൽ തിരുനാമം ചൊല്ലി കൂടുന്നിതാ എന്നിൽ നിഅമത്ത് നാഥ അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു പാടി ഞാൻ അഹദിൻ കീർത്തികൾ വിജയം നൽകണേ അല്ലാഹ് ഇഹമിൽ ഞങ്ങളിൽ കാവൽ അരുളിടും പരമദയാലേ അല്ലാഹ് യാദൽ ജലാൽ കനിവേഗണേ തേടുന്നിതാ തണിയേഗണേ സ്വർഗത്തിൻ വാതിൽ തുറക്കേണമല്ല റഹ്മത്തിലെന്നും ചേർക്കേണേ നാഥ അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു പുണ്യങ്ങൾ പൂത്തിടുന്ന നോമ്പിന്റെ നാളുകളിൽ പാരാകെ രക്ഷിതാവിൻ നാമങ്ങൾ വാഴ്ത്തിടുന്നു ശവ്വാലിൻ പൂനിലാവ് മാനത്തുദിച്ചിടുമ്പോൾ ശരകുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു അല്ലാഹു അക്ബർ എന്ന തൗഹീദിൻ മന്ത്രവുമായി ആകാശഭൂമിയാകെ നാഥനെ പുകഴ്ത്തിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഇരേഴു ലോകമെന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു السلام عليك زين الأنبياء السلام عليك أتقى الأتقياء صلوات على النبي وسلامه وهو خير الأنام بدر التمام السلام عليك أزكى الأزكياء السلام عليك أصف الأصفياء صلوات على النبي وسلامه وهو خير الأنام بدر التمام السلام عليك من ربي سمائي السلام عليك
الأزكياء السلام عليك أصف الأصفياء صلوات على النبي وسلامه وهو خير الأنام بدر التمام السلام عليك من ربي سمائي السلام عليك دام بلا انقضاء صلوات على النبي وسلامه وهو خير الأنام بدر التمام. അറബ് നരർ അമരർ സുരർ ആരിരാജദൂതിനംഗം ചിത്രിപ്പൊർപ്പച്ചം അകത്തൊത്തിട്ടാനെ മഹകലക അനുദീന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ അനുദീന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ ചിങ്കകൾ പുറത്തപ്പത്ത് അരുവേ ഇപ്പെട്ടാനെ കുറേശികൾ ഹലറിലെ നലറിടെ ഈരഹാര ഹരിയരി നന്ദം അലറിലെ നലറിടെ ഈരഹാര ഹരിയരി നന്ദം പത്രിപ്പെത്ത് അച്ചി ചുഗപ്പിത്ത് ചാടി പിടിപെട പ്രതിപൂർണ പിടിപെട പ്രതിപൂർണ അറബ് നരർ അമരർ സുരർ ആരിരാജദൂതിനംഗം ചിത്രിപ്പൊർപ്പച്ചം അകത്തൊത്തിട്ടാനെ മഹകലക അനുദീന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ അനുദീന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ ചിങ്കകൾ പുറത്തപ്പത്ത് അരുവേ ഇപ്പെട്ടാനെ കുറേശികൾ ഹലറിലെ നലറിടെ ഈരഹാര ഹരിയരി നന്ദം അലറിലെ നലറിടെ ഈരഹാര ഹരിയരി നന്ദം പത്രിപ്പെത്ത് അച്ചി ചുഗപ്പിത്ത് ചാടി പിടിപെട പ്രതിപൂർണ പിടിപെട പ്രതിപൂർണ ഹാരത്തോടു ചമരാലർകളിൽ മഹാപ്രവചമ പൊങ്കും കത്തിട്ട് അപ്പോർ കളത്ത് തപ്പോടെ കുതിരകള് അപ്പോർ കളത്ത് തപ്പോടെ കുതിരകള് കൃഷ്ണവർണ്ണ മുടലുടെ പഠിപ്പ് അടിലടിയങ്കു പുഷ്കരത്ത് പത്രീടകൾക്ക് കൊക്കേവ് തെളിമൊളി ഹമലയിൽ ചുടരുകൾ പല പല തന്നെ ബിണ്ടും ഹമലയിൽ ചുടരുകൾ പല പല തന്നെ ബിണ്ടും വിട്ട് ചുറ്റി ദരിത്രി പിത്തോലിട്ട മടലമരോർകൾ അടലമരോർകൾ അറബ് നരർ അമരർ സുരർ ആരിരാജദൂതിനംഗം ചിത്രിപ്പൊർപ്പച്ചം അകത്തൊത്തിട്ടാനെ മഹകലക അനുദീന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ അനുദീന കദ്രപതി ഭദ്രപാട സ്വഹബുകൾ ചിങ്കകൾ പുറത്തപ്പത്ത് അരുവേ ഇപ്പെട്ടാനെ കുറേശികൾ ഹലറിലെ നലറിടെ ഈരഹാര ഹരിയരി നന്ദം അലറി نبي المصطفى محمد صلى الله عليه وسلم وإلى ذرات أرواح أهل الخير كلهم أجمعين. الفاتحة. اللهم صل وسلم وبارك على سيدنا محمد وآله وصحبه عبد ما تعلم بالله صلاة دائمة بدوام ملك الله. اللهم صل وسلم الأضوان وقرأه القرآن العظيم. اللهم صل له هدية واصلة ورحمة نازلة بركة شاملة. إنا إلى نبينا شفينا سيدنا المصطفى محمد صلى الله عليه وسلم وعن جميع الأنبياء المرسلين إلى مرات أرواح أزواج النبي صلى الله عليه وسلم أمهات الأنبياء وأهل بيته ويا الله أرواح ساداتنا أصحاب المهديين والمهديين والأمين توكل المنتظر صاعد السهابة القرابة التابعين والتابعين التابعين والمسلم والدين وإلى حضرات أرواح وكلمة الأربعين العلماء الآمنين في الدين وإلى حضرات شيخنا وفلان سيد المهيد بن عبد القادر الجيلاني سلطان العالي سيد أحمد الكبير رفاع شيخنا سلطان الهند قال ولي النباز قال معين الدين حسن سند إلى الجسطي ثم الجميلي
وإلى حضرة شيخنا وسيدنا محمد بن مالك القرشي وإلى شيخنا قدوس ماسي محمد الشريف المدني وإلى مراتي أرواح جميع مشايخنا خاصة وإلى مراتي أرواح جميع الأنبياء الذين يصدقون والشهداء الصالحين وإلى حضرات أرواح أمواتنا خاصة أموات المسلمين مع القرآن عامة اللهم اغفر لنا واغفر لهم وارحمنا وارحمهم اللهم انشع شأنهم وامن روعتهم ونكس كربتهم ونكر مهلتهم وارفع درجتهم وكلنا ومنا مما فيها اللهم لهم ونسب في قبورهم الى يوم القيامه اللهم زد لهم شرفا لنا شرفهم وفضلا لنا فضلهم وعزا لنا عزهم وكرامة لنا كراماتهم اللهم اعل درجاتهم في الجنه اللهم ادخلنا الجنه معهم يا رب العالمين اللهم اجمع بيننا وبينهم في جنات النعيم اللهم انفعنا بعلومهم واسرارهم وانوارهم وبركاتهم في الدين والآخرة انك على كل شيء قدير اللهم بحقهم وجاه بركاتهم افتح لنا ابواب رحمتك اللهم افتح لنا فتحا قريبا اللهم بارك لنا فيما نهج فيه بركة تامة كما باركت يا عبادك الصالحين اللهم يسر لنا امورنا ما واهت بقلوبنا ودعنا سلامة العافية في ديننا ودنيانا اللهم يسر مصيرنا وسهل امورنا وفك زهزاننا ودنيانا واشف اطباءنا امراضنا وصار الدعاء فاشفها يا شافي الامراض سريعا الى مشقة العافية شفاء تاما يا قاضي الحاجات اللهم عافنا من كل بلاء الدنيا مصيباتها شرها مرضها وسهرها فتنة عذاب الاخرة اللهم يسر لنا امورنا ما واهت بقلوبنا وابد عنا سلامة العافية في ديننا دنيانا اللهم كن لنا صاحبا في سفرنا امرنا وخليفة بيدنا امرنا تمس على جميع اعدائنا اللهم لا ترى لنا ذنبا الا غفرته ولا عيبا الا سترته ولا هما الا فرجته ولا غما الا كشفته ولا عدوا الا دمرته ولا الا ابتلته ولا مريضا الا شفيته ولا الا قضيته ولا حاجة من واجب الا خير يا رب العالمين اللهم طهر قلوبنا من كل سوء وعدنا من مشاهدتك ومحبتك وامتنا على سنة الجماعة والشر الى لقائك يا ذا الجلال والاكرام اللهم اجعلنا من الذين انعمت عليهم من النبيين والصديقين والشهداء الصالحين اللهم انا اخر كلامنا عند الموت قول لا اله الا الله اللهم ارزقنا شفاعة نبيك حبيبك مصطفى مدين اللهم ادخلنا الجنة مع الابرار يا عزيز يا غفار اللهم ادخلنا الجنة بغير حساب اللهم ارزقنا حسن الخاتمة ولذة النذر الى وجهك الكريم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم آمين بجاه شفيع المذنبين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ഇറാദിന് വേണ്ടി സുബൈർ മാലിക്കോടിയെ ക്ഷണിക്കും. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليهدك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا حكيما صدق الله العظيم.
ഗാനം താജുദ്ദീൻ ആൻഡ് പാട്ട് ക്ഷണിച്ചോളൂ. സ്ഥിതി ചെയ്യും കാസർഗോഡിൽ അറിയപ്പെടും നാട് മോയിപ്പാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ മണിക്കുതിയ മക്ബറ സ്ഥിതി ചെയ്യും കാസർഗോഡിൽ അറിയപ്പെടും നാട് മോയിപ്പാടി തലവൊക്കെ മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ ഉദ്ഘാടനം ചെയ്യും അധ്യക്ഷനുമായ കുമ്പൽ തറവാടി നേതാവുമായ തങ്ങൾക്ക് സ്വാഗതം പറയുന്നേ റബ്ബേ ആയുസ് നീട്ടണേ മാലിക്കുതിയ മക്ബറ സ്ഥിതി ചെയ്യും കാസർഗോഡിൽ അറിയപ്പെടുന്നപാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ ഉദ്ഘാടനം ചെയ്യും അധ്യക്ഷനുമായ കുമ്പൽ തറവാടി നേതാവുമായ സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾക്ക് സ്വാഗതം പറയുന്നേ റബ്ബേ ആയുസ് നീട്ടണേ മാലിക്കുതിയ മക്ബറ സ്ഥിതി ചെയ്യും കാസർഗോഡ് അറിയപ്പെടും നാട് മാലിപ്പാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ സമ്മേളനം ഉദ്ഘാടകൻ പണ്ഡിതനായ സംയുക്ത ജമാഅത്ത് കാളിയുമായ TKM ബാബ മുസ്ലിയാർക്കും സ്വാഗതം പറയുന്നേ റഹ്മാനെ ആഫിയത്തെ ഗണേ മാലിക്കുതിയ മക്ബറ സ്ഥിതി കാസർഗോഡിൽ അറിയപ്പെടും നാട് മാലിപ്പാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ സമ്മേളനം ഉദ്ഘാടക പണ്ഡിതനായ സംയുക്ത ജമാഅത്ത് കാളിയുമായ TKM ബാബ മുസ്ലിയാർക്കും സ്വാഗതം പറയുന്നേ റഹ്മാനെ ആഫിയത്തെ ഗണേ മാലിക്കുതിയ സ്ഥിതി ചെയ്യും കാസർഗോഡിൽ അറിയപ്പെടും നാട് മാലിപ്പാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ മുഖ്യ പ്രസംഗിക്കും മൈപ്പാടി ജമാഅത്ത് ഖത്തീബുമായ അബ്ദുൽ അബ്ദുള്ള സഖാഫി ഉസ്താദിനും സ്വാഗതം അർപ്പിക്കുന്നേ റഹീമേ നന്ദി നൽകണേ മാലിക്കുതിയ മക്ബറ സ്ഥിതി ചെയ്യും കാസർഗോഡിൽ അറിയപ്പെടും നാട് മാലിപ്പാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ മുഖ്യ പ്രഭാഷണം പ്രസംഗിക്കും മൈപ്പാടി ജമാഅത്ത് ഖത്തീബുമായ അബ്ദുൽ അബ്ദുള്ള സഖാഫി ഉസ്താദിനും സ്വാഗതം അർപ്പിക്കുന്നേ റഹീമേ കരുണ നൽകണേ മാലിക്കുതിയ മക്ബറ സ്ഥിതി ചെയ്യും കാസർഗോഡിൽ അറിയപ്പെടും നാട് മാലിപ്പാടി തലവൊക്കെ ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവേശം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ ജമാഅത്ത് മുഹമ്മദ് ഹാജിക്കും സെക്രട്ടറി TM മുഹമ്മദ് അവർക്കും CM റഹിമാൻ ട്രഷറർ അവർക്കും സ്വാഗതം അരുളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ മാലിക്കുതിയ മക്ബറ സ്ഥിതി ചെയ്യും അറിയപ്പെടും നാട്
നിർമ്മാണ കമ്മിറ്റി TM അഷ്റഫ് TM അമിനിക്കും സ്വാഗതം പാടുന്നേ ഞങ്ങൾ മുല്ലപ്പൂ വീശുന്നേ. മാണിക്യത്തിലെയും കാസർഗോഡിൽ അറിയപ്പെടുന്ന നാടേ മാണിപ്പാടി തലോക്കി ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവശ്യം കൊള്ളുന്നേ ഞങ്ങൾ തുതീരം പാടുന്നേ. ഷഫീ ബാപ്പുണ്ണി മെമ്പർമാർക്കും മൂസ മുഹമ്മദ് അംഗങ്ങൾക്കും കാഫിക്കും സ്വാഗതം അരുളുന്നേ ഞങ്ങൾ റബ്ബി സ്തുതിക്കുന്നേ. മാണിക്യത്തിലെയും കാസർഗോഡിൽ അറിയപ്പെടുന്ന മാണിപ്പാടി തലോക്കി ഉയർന്ന മദ്രസ ബുസ്താനിൽ ആവശ്യം കൊള്ളുന്നേ ഞങ്ങൾ തുതീരം പാടുന്നേ. ഷഫീ ബാപ്പുണ്ണി മെമ്പർമാർക്കും മൂസ മുഹമ്മദ് അംഗങ്ങൾക്കും പ്രസംഗിക്കും അസീനാർ കാഫിക്കും സ്വാഗതം അരുളുന്നേ ഞങ്ങൾ റബ്ബിൽ സ്തുതിക്കുന്നേ. മാണിക്യത്തിലെയും കാസർഗോഡിൽ അറിയപ്പെടുന്ന മാണിപ്പാടി തലോക്കി ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവശ്യം പാടുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ. അബ്ദുൽ ഹമീദ് മുസ്ലിയാർക്കും ഒരുമിച്ച് കൂടും സദസ്യർക്കും അബലവൃദ്ധജനം സ്വാഗതം അരുളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ. മാണിക്യത്തിലെയും കാസർഗോഡിൽ അറിയപ്പെടുന്ന മാണിപ്പാടി തലോക്കി ഉയർന്ന മദ്രസ ബുസ്താനിൽ ആവശ്യം കൊള്ളുന്നേ ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ. അബ്ദുൽ ഹമീദ് മുസ്ലിയാർക്കും ഒരുമിച്ച് കൂടും സദസ്യർക്കും അബലവൃദ്ധജനങ്ങൾക്കും ഞങ്ങൾ സ്തുതിഗീതം പാടുന്നേ. മാണിക്യത്തിലെയും കാസർഗോഡിൽ അറിയപ്പെടുന്ന മാണിപ്പാടി തലോക്കി ഉയർന്നുള്ള മദ്രസ ബുസ്താനിൽ ആവശ്യം കൊള്ളുന്നേ സ്തുതിഗീതം പാടുന്നേ. മാണിക്യത്തിലും സ്തുതിഗീതം പാടുന്നേ. കുമ്പോൾ തറവാട്ടിലെ സയ്യിദ് ആറ്റിക്കോയ തങ്ങളവരുടെ അതുപോലെ തന്നെ പണ്ഡിത സാഹിത്യ ജമാഅത്തിന്റെ കാസിയുമായ TK ബാബുഷേറുകളെ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞി ഹാജി ബാക്കി വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന സ്വാഗതം ചെയ്യാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മുമ്പ് നമ്മുടെ ഈ മദ്രസത്തിൻ്റെ 2 വാക്കുകൾ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ബിസ്മിയും ഹംദും സലാത്തും എന്നിവയെ ശേഷം ഞാൻ എൻ്റെ കത്തിലേക്കാണ് കടക്കുന്നത്. നീണ്ട കാത്തിരിപ്പിന്റെ ശേഷമാണ് ഈ മുഹൂർത്തം നമുക്ക് പൂവണിയുന്നത്. 1995 നമ്മുടെ പള്ളി പുനരുദ്ധരിച്ചപ്പോഴും ഈ ലോകത്തും പരലോകത്തും അള്ളാഹു പ്രദാനം ചെയ്യാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലത്ത് വർഷങ്ങൾക്ക് മുമ്പ് കുമ്പോൾ തറവാട്ടിൽ നിന്ന് സയ്യിദ് ആറ്റക്കോയ തങ്ങളുടെ ആ കൈ കൊണ്ട് ഇതിന്റെ സ്ഥിരസ്ഥാപന നടത്തിയിരുന്ന ഈ മദ്രസയോട് ആ തങ്ങൾ തന്നെ ഈ മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയ അൽഹംദുലില്ലാഹ് ആദ്യം അല്ലാഹുവിനെ സ്തുതി ചെയ്യുന്നു. ആ തങ്ങളെ കൈകൊണ്ട് തന്നെ നമ്മുടെ മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് വളരെ സന്തോഷത്തിലാണ് മായിപ്പാടി ജമാഅത്ത് അംഗങ്ങളെന്ന് ആദരപൂർവ്വം തങ്ങളെ ഇവിടെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഈ മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ഒരു കഴിഞ്ഞു. ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സയ്യിദ് ആറ്റക്കോയ തങ്ങളവരുടെ എൻ്റെ സ്വന്തം പേരിലും നാട്ടുകാരുടെ പേരിലും ജമാഅത്തിന്റെ പേരിലും ഈ വേദിയിലേക്ക് ഞാൻ ആദ്യം
അതുപോലെ തന്നെ നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ കാസർഗോഡ് സഹുത്ത് ജമാഅത്ത് ഹാദി TKK ബാവസ്യാർ അവരുകളെയും എന്റെ സ്വന്തം പേരിലും ജമാഅത്തിന്റെ പേരിലും നാട്ടുകാരുടെ പേരിലും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ജമാഅത്ത് പ്രസിഡന്റായി വഴികാട്ടിയായി സേവന കഴിവിന്റെ പരമാവധി നമ്മൾക്ക് സഹായിച്ച് മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ ജമാഅത്ത് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞാലി അവർ, അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് MA അബ്ബാസ് അവர்களுം നമ്മുടെ എല്ലാത്തിനും പ്രവർത്തിച്ചു, നമ്മൾക്ക് എല്ലാം നേതൃത്വം നൽകി. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റിനെയും ഞാൻ എന്റെ സ്വന്തം നിലയിലും ജമാഅത്ത് നാട്ടുകാരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. അതിൽ കൺവീനറായി പ്രവർത്തിച്ച M അബൂബക്കർ ഹാജി അവരുടെയും ഞാൻ എന്റെ സ്വന്തം നിലയിലും ഈ നാട്ടുകാരുടെ പേരിലും ജമാഅത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൺവീനർ സ്വാഗത കമ്മിറ്റി സെക്രട്ടറിയായി PM അസറഫിനെ തെരഞ്ഞെടുത്തിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഈ ബിൽഡിംഗ് ഇവിടെ ഉയർത്താൻ വേണ്ടി വളരെ രാത്രി പകലാക്കി ഇവിടെ പ്രവർത്തനം ചെയ്തതിന്റെ ഫലമായാണ് ഈ ബിൽഡിംഗ് ഇത്രയുമായത്. ആ സെക്രട്ടറിയും ഞാൻ എന്റെ സ്വന്തം നിലയിലും അതുപോലെ തന്നെ ജമാഅത്തിന് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ കൺവീനറായ TM മമ്മുഞ്ഞി, ഷാഫി, ബാപ്പുഞ്ഞി, CM മുഹമ്മദ് ഇവിടെ ആശംസ പ്രസംഗം നടത്താൻ ഉദ്ദേശിച്ച ഹസൈനാർ സഖാഫി, മുഹല്ലിൻ അബ്ദുൽ അലി മുസ്ലിയാർ അവരുടെയും ഞാൻ എന്റെ സ്വന്തം നിലയിലും ജമാഅത്തിന്റെ നിലയിലും നാട്ടുകാരുടെ നിലയിലും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം ചെയ്യുന്നത് നമ്മുടെ അബ്ദുൽ നൗഫൽ സഖാഫി പൈക്ക അവരുടെയും ഞാൻ എന്റെ സ്വന്തം നിലയിലും ജമാഅത്തിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ മദ്രസ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട് നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് പ്രവർത്തിച്ച് അതും കേവലം 60-65 വീടുകളാണ് ഈ മഹലിലുള്ളത്. ഞങ്ങളുടെ സഹായം കൊണ്ട് മാത്രം ഇവിടുന്ന് കുറച്ച് ചെറുപ്പക്കാർ ഗൾഫിൽ പോയി അവരും അവിടെ ചോര നീര കഷ്ടപ്പെട്ട് കുടുംബത്തിനെ പോറ്റി അതിൽ നിന്ന് ചെറിയൊരു തുണ്ട് ഈ മദ്രസന് വേണ്ടി ചെലവഴിക്കാൻ അവർ തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ ഉറച്ച വിശ്വാസം കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ മദ്രസന്റെ പണി തുടങ്ങിയതും അവരത് ഏറ്റെടുത്തു, ഞങ്ങൾക്ക് സഹായം. അതുപോലെ തന്നെ അവരെ ആ കഷ്ടപ്പാടിനെ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമായതിനാൽ അവരെയും ഞാൻ ഈ ജമാഅത്തിന്റെ പേരിലും എന്റെ സ്വന്തം നിലയിൽ അവരെ വളരെ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ ഒരു മാസത്തോളം ഈ മദ്രസന്റെ അടുത്ത് വരുമ്പോൾ രാത്രിയാണോ പകലാണോ എന്ന് നമ്മൾക്ക് തന്നെ സംശയം കുടുങ്ങിപ്പോൾ ഇവരെ ജോലി രാത്രി ഫുള്ള് സ്വഭിവാങ്ക് വരെ ഇവര് ജോലി എടുത്താണ്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ കൂലി കൊടുക്കേണ്ട ജോലിയാണ് അവർ ഈ ചെറുപ്പക്കാർ നമ്മൾക്ക് വേണ്ടി ഈ മദ്രസന് വേണ്ടി അവർ സ്വന്തം ജോലി ചെയ്ത് ഇത്രയും ഭംഗിയാക്കി തന്ന യുവാക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം നമ്മൾ തങ്ങളോടും കാലിനോടും പ്രാർത്ഥന ചെയ്യാൻ ഞാൻ തങ്ങളോടും പറയാണ്. നമ്മളെ യുവാക്കൾ നല്ല സാലിയായ മക്കളാക്കി അവരെ ഇതിന്റെ മുന്നിൽ നിൽക്കാനും അവർ നല്ല കുട്ടികളായി ഇവിടെ വളരാനും നമ്മുടെ ഈ കൂടിയ സദസ്സിന്റെയും എല്ലാവരും പ്രാർത്ഥനയും വേണമെന്ന് ഞാൻ ആ യുവാക്കൾ ഉണർത്തുന്നു. തങ്ങൾ ദുആ ചെയ്യും, നിങ്ങൾ നല്ല കുട്ടികളാവാൻ വേണ്ടി തങ്ങളോട് ഞാൻ ഉപദേശിക്കുന്ന ദുആ ചെയ്യാൻ വേണ്ടി. സ്നേഹിതന്മാർ, അന്യമതത്തിൽപ്പെട്ട എന്റെ സ്നേഹിതന്മാർ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ അഭിനന്ദനം അവർക്ക് അറിയിക്കുകയാണ്. ഞങ്ങളോട് സഹകരിച്ച, ഞങ്ങളോട് എല്ലാ നിർദ്ദേശം നൽകി ഇവിടെ എല്ലാ മതസൗഹാർദ്ദത്തിന്റെ വേദിയാണെന്ന് നിങ്ങൾ അറിയിച്ച നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന്റെ പേരിൽ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഞാൻ എന്റെ സ്വാഗത പ്രസംഗം ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അധ്യക്ഷ സ്ഥാനം ഈ ഉദ്ഘാടന സമ്മേളനോദ്യമമായ ഉദ്ഘാടന നിർവഹണത്തിനായി മഹാനായ സംയുക്ത മഹത്വവാദി
السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الطاهرين الله. أما بعد فأوصي نفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ഭക്തിഭാവങ്ങളെ മറ്റ് വേദിയിലേക്കുള്ള ഇളമക്കളെ മാലിന്യം സുഹൃത്തുക്കളെ ബഹുമാനരായ ജമാഅത്ത് ഭാരവാഹികളെ ബഹുമാനരായ പ്രിയം നിറഞ്ഞ സദസ്സിലെ വിദ്യാർത്ഥികൾ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു സ്ഥാപനം ഇവിടെ പണിയത് പൂർത്തീകരിക്കുകയും അത് ഉദ്ഘാടനകർമ്മം നിർവഹിക്കപ്പെടുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ദീനിയായിരിക്കുന്ന ഉലൂമുകൾ ഇവിടെ ഉണ്ടായി. ഇത് നമ്മുടെ മുൻഗാമികളായിരിക്കുന്ന മഹാന്മാരായ ആളുകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അവർ കാത്തു സൂക്ഷിച്ച് പിൻകാലക്കാരായിരിക്കുന്ന നമ്മളിലേക്ക് കൈമാറിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഞാൻ ഒരു പരിശുദ്ധ ഖുർആൻ അഥവാ ദീനുൽ ഇസ്ലാം നിങ്ങളിൽ ഏൽപ്പിക്കുകയും നിങ്ങളോട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കുകയും അതെന്ത് നിങ്ങൾ ചെയ്തു എന്നാണ് ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചത്. ഈ അവസരത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറയുന്നത്, ഞാൻ അതിൻ്റെ പൂർണ്ണമായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് മതിയാക്കുന്നില്ല. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് എന്നോട് സമ്മതിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ഈ പരിശുദ്ധ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നോ എന്നുള്ള ചോദ്യം ചോദിക്കപ്പെടുമ്പോൾ അഷ്റഫുൽ ഖൽഖ് മറുപടി പറയുന്നത്, ഞാൻ തികച്ചും ഇസ്ലാമികളായിരിക്കുന്ന സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരിക്കും തന്നെ പ്രവർത്തിക്കും എല്ലാ നിലക്കും തന്നെ വരെ പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ലോകത്തിൽ നിന്നോ ഞാനിങ്ങ് എന്ന് പറയുമ്പോൾ, എന്നാൽ അത് സ്വഹാബത്ത് സമ്മതിക്കണമെന്ന് പറയുകയും സ്വഹാബത്തിനോട് ചോദ്യം ചെയ്യുകയും സ്വഹാബത്ത് അത് വികാരക്കാർക്ക് എത്തിച്ചു കൊടുത്തു എന്ന് പറയുകയും അങ്ങനെ തലമുറകൾ ചോദ്യം ചെയ്തുകൊണ്ട്
നമ്മളിലെത്തുന്നൊരു കാലവും വരാനിരിക്കുകയാണോ എന്ന് നാം ചിന്തിക്കണം. നമ്മളെ മുൻഗാമികൾ നമ്മളിൽ എത്തിച്ചിരുന്നതായിരിക്കുന്ന ആ ദീൻ നാം എന്ത് ചെയ്തു എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ രണ്ടു എന്ന് പറയാനുള്ളതായിരിക്കുന്ന ഒരു ഉത്തരം നമ്മളിൽ ഉണ്ടാവണം. അതിൻ്റെ ഫലമായി കൊണ്ടാണ് നമുക്കുള്ളതായ പിന്നോമനകൾക്ക് ദീൻ പഠിപ്പിക്കാൻ ഓരോരുത്തർക്കും തന്നെ അവരുടെ വെച്ച് പഠിപ്പിക്കുക എന്നുള്ളത് ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. അതുകൊണ്ട് കൂട്ടായിക്കൊണ്ട് പഠിപ്പിക്കാൻ അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിക്കാനുള്ള ആ ഒരു സ്ഥാപനം ഉണ്ടാവേണ്ടത് നിർബന്ധമായി വരികയും അതനുസരിച്ച് നാം ഇവിടെ പ്രവർത്തിച്ചു പോവുകയും ചെയ്യുകയാണ്. ഈ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതൃസാമൂഹ്യമായി നമുക്ക് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യുകയാണ്. നമ്മളെ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് അത് നമ്മളെ കൈവശത്തിലാണെന്ന് നിലകൊള്ളുന്നു. ഇത് നാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമുക്കുള്ളതായിരിക്കുന്ന പിൻതലമുറകൾ അത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഭാഷകളിൽ പറയാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ അതിനുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു ചെയ്യണം. അത് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പഠിപ്പിച്ചുകൊണ്ട് മാത്രമായില്ല, അത് പ്രവർത്തനത്തിൽ ഭരിച്ചുകൊണ്ട് ദീനിയായതായിരിക്കുന്ന മക്കളായിക്കൊണ്ട് വളരാനുള്ളതായിരിക്കുന്ന ചുറ്റുപാട് നമ്മുടെ മക്കളെ നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ജീവിക്കാത്ത ഒരു മകനാണ് നമുക്കുണ്ടായെങ്കിൽ അത് വളരെ ആപത്താണ്. ബഹുമാനപ്പെട്ട കരീമുല്ലാഹി അലൈഹിസ്സലാം ഖദർ അലൈഹിസ്സലാമോടുകൂടി യാത്ര ചെയ്ത് അത് നീണ്ട ചരിത്രമാണ്. ഞാൻ എൻ്റെ വിവരണത്തിലേക്ക് കിടക്കുകയാണ്. ആ പോയത് അവര് ഒരു കുട്ടിയെ ഖദർ അലൈഹിസ്സലാം കുട്ടികളുടെ കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരുന്ന വളരെ പരിശുദ്ധതയുള്ള ദോഷം വരാത്തതായിരിക്കുന്ന ഒരു കുട്ടിയെ പൊറുത്തിക്കൊണ്ട് ഖദർ അലൈഹിസ്സലാം കൊണ്ടുകൾ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ആ കുട്ടിയെ പിടിച്ചുകൊണ്ടത്? ഒരു മനുഷ്യനെ കൊല്ലണമെങ്കിൽ അയാൾ ഒരാളെ കൊന്നതായിരിക്കണം. അതൊന്നും ഇല്ലാത്തതായിരിക്കുന്ന ഈ ശുദ്ധതയുള്ളതായിരിക്കും എന്തിൽ നിങ്ങൾ കൊന്നത്. അതിന്റെ വിവരണം ഖദർ അലൈഹിസ്സലാം നബി അലൈഹിസ്സലാമിലേക്ക് നൽകിയത് ആ കുട്ടി പ്രായപൂർത്തിക്ക് വന്നാൽ അവർക്കുള്ളതായ ജോലി മേടിക്കുന്നതായി മാതാപിതാക്കളെ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഞങ്ങൾ ഭയപ്പെട്ടുപോയി. ആ കുട്ടി പ്രായപൂർത്തിയായി വന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ ഭരണം ആ വീട്ടിൽ നടക്കാൻ തുടങ്ങിയാൽ ഞാൻ ഭയപ്പെട്ടുപോയി. അനുഗ്രഹിക്കും വളരെ വൈകിയും കുഫറിനെയും അവരെ നിർബന്ധിച്ചുകൊണ്ട് അവർ ചെയ്തു കളയും. അങ്ങനെ അവർക്കുള്ളതായിരിക്കുന്ന മാതാപിതാക്കൾ യഥാമൂഹികളും യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസികളും നല്ല മനുഷ്യന്മാരുമാണ്. പക്ഷേ കുട്ടിയെ കൊണ്ട് അവർ കാഫറാകാൻ കാരണമാകുമെന്ന് ഭയപ്പെട്ടതുകൊണ്ട് അങ്ങനത്തെ മക്കൾ വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ദോഷകരമായിരിക്കുന്ന മക്കളെ നമുക്ക് ഉണ്ടായിട്ട് ഈ ലോകത്തും പരലോകത്തും നമുക്കൊരു ഫലം ചെയ്യുകയില്ല. പക്ഷേ അത് നിലയാണെങ്കിൽ അതിന്റെ നല്ലതായ നിലക്ക് മനുഷ്യ ജീവിതം മനുഷ്യർക്കുള്ള ആ സംസ്കാരം അവരിൽ വളർത്തി അവരെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്കുള്ളതായ ചുമതല തീരുകയുള്ളൂ. അതിനാണ് ഇത്തരം സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനത്തെ ഇവിടെ പടുത്തുയർത്താൻ ആരെല്ലാം സഹായങ്ങൾ ചെയ്തോ ആരെല്ലാം പ്രവർത്തിച്ചോ അവർക്കെല്ലാം പരസ്യം തക്കതായ പ്രതികളും രംഗത്തെ ചെയ്യുന്നു. ഈ മദ്രസയെ യഥാർത്ഥമായിരിക്കുന്ന ആ സുരക്ഷയെ ആറ്റുള്ളതായിരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിലേക്കുള്ളതായിരിക്കും തന്നെ ഇത് വളർന്നു പോകാനും ഇത് നിലനിന്നു പോകാനും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കുന്നു.
തിരുവാക്കി പരിപാടിക്ക് തുടക്കം കുറിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജുമാ മസ്ജിദ് കമ്മിറ്റി ഭാരവാഹികളെ, ജമാഅത്തുകാരെ, നമ്മുടെ കർമ്മധീര പ്രവർത്തകന്മാരായ പിഞ്ചോന മക്കൾ, റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടെ ഒരുമിച്ച് കൂടി തന്നതുപോലെ അവന്റെ സ്വർഗ്ഗപൂന്തോപ്പിലേക്ക് ഒരുമിച്ച് കൂടുവാനും പരസ്പരം കാണാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഹദീസ് പ്രസംഗം ചെയ്തവർക്ക് നടത്തുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് വാക്കുകൾ പറയണമെന്ന് അവിടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനം ഞാൻ ഇവിടെ ഇപ്പോൾ നിന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ ഒന്നും സുദീർഘമായി പറയാതെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് മഗ്‌രിബിന്റെ ശേഷം സുദീർഘമായ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന വേല പരിപാടിയുണ്ട്. ഇൻഷാ അല്ലാഹ് സമയത്ത് വേണ്ടോളം നിങ്ങൾക്ക് നമ്മളുമായി അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കാം. റബ്ബ് അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഇവിടെ നാട്ടിന്റെ പഠന ആവശ്യമായ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവർക്ക് മനസ്സിലേക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള ഒരു സ്ഥാപനമില്ലാത്തതിന്റെ പോരായ്മ വളരെയധികം വിഷമിച്ചതായിരിക്കുമായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾക്കുണ്ടായ റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഉസ്താദന്മാർ സയ്യിദന്മാരുടെ പ്രവർത്തന ഫലമായും കൊണ്ട് മഹാനായ കവിയാരുടെ സാന്നിധ്യത്തിൽ നമ്മൾക്ക് മദ്രസ ഉദ്ഘാടനം ചെയ്തു തന്നു. അതുകൊണ്ട് ഇനി നമ്മുടെ മക്കൾ അവർക്ക് വേണ്ട വിധത്തിൽ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള വിശദമായ ഒരു മദ്രസ കെട്ടിടം നമുക്ക് സൗകര്യപ്പെടുത്തുന്നതിൽ നാം റബ്ബിനെ സ്തുതിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മഹല്ലത്തിന്റെ വളർച്ച എന്നുള്ള മഹാനായ ഉസ്താദ് അവർക്ക് പറഞ്ഞതുപോലെ വിജ്ഞാനമാണ് ഒരു മഹല്ലത്തിന്റെ വളർച്ച. അതാണ് ആത്മീയത. ആ മദ്രസ വിജ്ഞാനം സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല, ഇന്ന നന്മക്ക് വേണ്ടിയും പരലോക വിജയത്തിന് വേണ്ടിയും ആ മക്കൾക്ക് മാത്രമല്ല, മക്കളുടെ രക്ഷിതാക്കന്മാർക്ക് എല്ലാവർക്കും വേണ്ടിയും അവിടെ ഒരു വിസ്മി ചൊല്ലുന്നുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടുപോയ രക്ഷിതാക്കന്മാർക്ക് വരെ അതിന്റെ ഗുണം ലഭിക്കുമെന്ന് ചരിത്രത്തിൽ എത്രയോ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ചെറിയ വലിയ പഴയതായിരിക്കുന്ന ചരിത്രം അതിലായിരിക്കുന്ന താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ബാപ്പ മരണപ്പെട്ടപ്പോൾ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഭാര്യ ബാപ്പ മരണപ്പെട്ട ശേഷം അതാ പ്രസവിക്കുകയും ആ കുഞ്ഞിന് 5 വയസ്സ് പ്രായം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയെ മദ്രസയിലേക്ക് പഠിപ്പിച്ച് ഈ ഉമ്മ കുഞ്ഞിനെ മദ്രസയിലേക്ക് അയക്കുന്നു. അതുവരെ ആ ഖബറിൽ വളരെയധികം വിഷമങ്ങളും വേദനകളും യാതനകളും അനുഭവിക്കപ്പെട്ടതായ ആ രക്ഷിതാവ് ഈ കുഞ്ഞത മദ്രസയിൽ വെച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് റബ്ബിന്റെ നാമം ഉച്ചരിക്കാൻ തുടങ്ങിയപ്പോൾ ആ രക്ഷിതാവിൻ്റെതായ മരണപ്പെട്ടുപോയ വർഷങ്ങൾ കഴിഞ്ഞതായിരിക്കുന്ന രക്ഷിതാവിന്റെ ആ സർവ്വതമായിരിക്കുന്ന എല്ലാ ശിക്ഷകളും ലഘൂകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടുന്ന് സുഖം പ്രാപിക്കാൻ തുടങ്ങിയെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മദ്രസ ഉദ്ഘാടനം ഒരാവേശമാണ്, ആഘോഷമാണ്. എല്ലാം അവിടെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടി സ്വീകരിക്കുകയും അവിടെ എത്തപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നതായിരിക്കുന്ന ഒരു ഭാഗ്യം വളരെ വലിയതായിരിക്കുന്ന ഭാഗ്യമാണ്. ആ മഹാനായ ഉസ്താദിനെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും
ഇനി ഇവിടെ താരിക്കുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് ദീർഘമാക്കാൻ നേതൃത്വം നൽകുവാനും അദ്ദേഹത്തിനും അനുവാദത്തിനുള്ള സയ്യിദവർക്കും എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കായ ഒരു സ്ഥാപനമാണ് നാം ഇവിടെ ഈ മദ്രസയായി ഇവിടെ പണിതിരിക്കുന്നത്. പക്ഷേ ഈ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം നാട്ടിലായിരിക്കും നല്ലവരായ ജനങ്ങൾ ഈ മദ്രസ വിജ്ഞാനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. രാവിലെയും വൈകുന്നേരമുള്ള മദ്രസ സമയത്തിന് വേണ്ടി മാത്രം നിയോഗിക്കാതെ സർവസമയത്തും വിജ്ഞാനത്തിന് വേണ്ടി ഇവിടെ പാലിക്കുന്ന ആൾക്കാർ, ഇവിടെ പാലിക്കുന്ന യുവസമൂഹം, ഇവിടെ പാലിക്കുന്ന വയോവൃദ്ധന്മാർ വരെ ഈ മദ്രസ ഒരുപാട് പഠനത്തിൽ ഉപയോഗിക്കണമെന്ന സന്ദർഭം ഉണർത്തുകയാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ വലിയതായിരിക്കുന്ന ഈ അനുഗ്രഹത്തെ നാം മറന്നു പോകരുത്. ഈ സുദിനത്തെ ഈ സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായിരിക്കുന്ന ഈ അനുഗ്രഹം ഒരിക്കലും മറക്കാതെ റബ്ബിന്റെ പ്രീതി കരസ്ഥമാക്കാൻ വേണ്ടി നാം വളരെയധികം ശ്രമിക്കണമെന്ന് സന്ദർഭം ഉണർത്തുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുള്ളാഹി നബി ഇബ്രാഹിം നബി ഇസ്ലാമിനോട് അതാ മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനോട് കഅബാലയം എടുത്ത് പണിയാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല നിർദ്ദേശം നൽകിയപ്പോൾ മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി ഇസ്ലാം ആ പരിശുദ്ധമായതായ കഅബാലയം പണിയാൻ വേണ്ടി തുടങ്ങി. ആ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം മഹാനായിരിക്കുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബാലയം എടുത്ത് പണിയാൻ വേണ്ടി പറഞ്ഞു. ആ കഅബാലയം എടുത്ത് പണിയുമ്പോൾ അവിടത്തേക്ക് കല്ല് വെക്കുവാൻ വേണ്ടി അവിടത്തേക്ക് വേണ്ട കല്ലിന് വേണ്ടതായിരിക്കുന്ന മറ്റു സിമെന്റുകൾ അതൊക്കെ പാകം ചെയ്ത് കൊടുക്കാൻ വേണ്ടി മകനായിരിക്കുന്ന ഇസ്മായിൽ അലൈഹി ഇസ്ലാമും കൂടെയുണ്ട്. എല്ലാം കാണിച്ചു തരുവാൻ വേണ്ടി മഹാനായിരിക്കുന്ന മലക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം കൂടെ ഉണ്ടാകുമ്പോൾ മഹാനായിരിക്കുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവിടുന്നതിനോട് ദുആ ചെയ്തു പോവുകയാണ്. റഹ്മാനായ റബ്ബ് ആരംഭെടുത്ത് പണിയുന്നത് അത് നിന്റെ ആജ്ഞപ്രകാരമാണ്, നിന്റെ ഭവനമാണ് ഞാൻ ഈ കഅബാലയം പണിയുന്നത്, നിന്റെ നിർദ്ദേശപ്രകാരമാണ്. പക്ഷേ വാകപ്പിഴവും വരാൻ സാധ്യതയില്ല. കാരണം അത് കാണിച്ചു തരുവാൻ വേണ്ടി ഇസ്ലാം മുമ്പിലുണ്ട്. എല്ലാമായാൽ തന്നെയും ഈ കഅബാലയത്തിന് ഓരോ കല്ലുകൾ ഞങ്ങൾ ഇവിടെ വെക്കുകയാണ്. അതുകൊണ്ട് റബ്ബേ ഞങ്ങൾ ചെയ്യുന്നതായി ഈ സൽക്കർമ്മം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റഹ്മാനായ റബ്ബേ ഞങ്ങൾ കഅബാലയത്തിന് വേണ്ടി ഒരു കല്ല് വെച്ചിരിക്കുകയാണ്. ഈ കല്ല് വെക്ക് ഞങ്ങളെ പങ്കെന്ന് സ്വീകരിക്കണം റഹ്മാനെ എന്ന് മഹാനായിരിക്കുന്ന ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കൊണ്ട് മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആമീൻ പറയുന്നു. അവർ രണ്ടുപേരും എത്ര വലിയ മഹത്തുക്കളാണ്. അതിൽപ്പെട്ടതായിരിക്കുന്ന പ്രവാചകന്മാരിന്റെ അവർ പോലും അവർക്കുള്ളതായിരിക്കുന്ന പ്രവർത്തനം നടത്തുമ്പോൾ റബ്ബിനോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ കാലം കുറെ അതിക്രമിച്ചു പോയില്ലേ. ഇപ്പോൾ നാം റബ്ബിനോട് എത്ര കണ്ട് ദുആയാണ് ചെയ്യേണ്ടത്. നാം ഈ മദ്രസ പണിതു എന്നതിൽ ആവേശം കൊള്ളുന്നതിന് പകരം നാം ഇതിന് ചെലവഴിക്കുന്ന ചില്ലിക്കാശിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ, ഇതിനു വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ